ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ്. അല്ലെങ്കിലും താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ട. അപ്പം ഇന്നലെ തൊട്ടേ കൈക്കൊരു ചെറിയ വേദന. എന്തോന്ന് അറിയത്തില്ല. അപ്പോൾ രാവിലെ ആയിട്ടും വലിയ കുറവില്ല. ഒന്നും വലിയ വേദനയില്ല, ചെറിയൊരു വേദനയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേനും അമ്മൂമ്മ തേജുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തേജു ഉറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വരാമെന്നും പറഞ്ഞ് പോയി. അപ്പോൾ തേജു ഇവിടെ നല്ല ഉറക്കമാണ്. തേജുവിൻ്റെ രാവിലത്തെ കുളിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കിടപ്പാണ്. അപ്പോൾ തേജു ഉറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ സിംബാമോൻ ദാ കിടക്കുന്നത്. എന്നാൽ കുറച്ച് നേരം അവനെ ഇട്ട് കളിപ്പിക്കാമെന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തപ്പോഴും വലിയ അനക്കോ വലിയ ഭാവമൊന്നും ഇല്ല. ഇങ്ങനെ തന്നെ അനങ്ങാതിരിക്കുകയാണ്. ഇല്ല കുറച്ച് നേരം അനങ്ങാതിരുന്ന് ഇവളങ്ങ് പോകുന്നുള്ള രീതിയിലാണ് സിംബ ഇരിക്കുന്നത്. ഞാൻ പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ തന്നെ ഇറങ്ങിപ്പോയി. അപ്പോൾ അമ്മ ഇവിടെ തകർത്ത് ക്ലീനിങ് പരിപാടിയാണ്. ഞായറാഴ്ച പിന്നെ അമ്മയ്ക്ക് ക്ലീനിങ് ഡേ ആണ്. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഉടുപ്പ് അടിച്ച് മാറ്റിക്കൊണ്ടുള്ള പോക്കാണ് ഇത്. ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക്. പിന്നെ നേരെ വന്നിട്ട് ഞാൻ പിന്നെ അവിടെ കുറേ ഡ്രസ്സ് ഇങ്ങനെ വാരിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അടുക്കി പറക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറേ വേണ്ടുന്ന വേണ്ടാത്തതുകൊണ്ട് അതൊക്കെ മാറ്റണം. അപ്പോൾ ഈ സാരി ഇങ്ങനെ മടക്കിക്കൊണ്ടിരുന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ കളർ കാണാം. അപ്പോൾ അതൊക്കെ മടക്കി അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഇതെൻ്റെ കാണാതെ പോയൊരു ഉടുപ്പാണ്. കുറേ നാളെ ഇത് തേജുവിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ മേടിച്ചതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നുറു ഉണ്ടായിട്ട് നമുക്ക് ഇടാൻ നല്ല കംഫർട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മുറ്റത്ത് നോക്കിയപ്പോൾ മഴ ഇപ്പം പെയ്യും പെയ്യത്തില്ല, ഇപ്പം പെയ്യും പെയ്യത്തില്ല, ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ വീണ്ടും അകത്ത് വന്ന് ബാക്കി പരിപാടി തുടങ്ങി. അപ്പോൾ ഈ ഉടുപ്പൊക്കെ എനിക്കിപ്പോൾ കയറുന്നില്ല. ഇതെല്ലാം ഞാൻ ബി എഡ് പഠിച്ചുകൊണ്ടിരുമ്പോൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആഫ്റ്റർ ഡെലിവറി ആയപ്പോൾ നല്ല രീതിയിൽ വണ്ണം വെച്ചുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും കയറുന്നില്ല. ആ ഒരു സങ്കടത്തിന് എന്നാൽ വിചാരിച്ചു റൂം ഒന്ന് വൃത്തിയാക്കാൻ. അത്യാവശ്യം നല്ല രീതിയിൽ അലമ്പായിട്ട് കിടക്കായിരുന്നു. ഞാൻ എത്ര റൂം വീണ്ടും വീണ്ടും അടുക്കി വെച്ചാലും വീണ്ടും വീണ്ടും ഞാൻ തന്നെ അത് നിരത്തി വരും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് റൂം അടുക്കി വെക്കുന്നത്. അപ്പോൾ പിന്നെ എന്നാൽ ഇന്നങ്ങ് വൃത്തിയാക്കാമെന്ന് വെച്ചു. അമ്മയും നിൽക്കാമെന്ന് പറഞ്ഞു കൂടെ. അങ്ങനെ തേജുവിൻ്റെ ഡയപ്പർ എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചതെല്ലാം കൂടെ ഒരു 2-3 ദിവസത്തെയാണ്. അതെന്നാൽ അങ്ങ് ഇന്ന് മാറ്റി അങ്ങ് കത്തിക്കത്തില്ല ഞാൻ. അല്ലാണ്ട് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ജെല്ലിങ്ങനെ പൊട്ടിച്ചിട്ട് ഉപ്പിട്ട് കല്ലുപ്പിട്ടിട്ട് ഇങ്ങനെ കളയും. അതെനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ ആ ടേബിളിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. തേജുവിൻ്റെ കളിപ്പാട്ടവും ഫയലും ബാഗും തേജുവിൻ്റെ ഡയപ്പറിൻ്റെ പാക്കറ്റും. അപ്പോൾ അതെല്ലാം വാരി ഇട്ടിട്ട് ഇനി ആ ടേബിൾ ഒന്ന് തുടച്ചിട്ട് അത് ഫുൾ അവിടെ അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ മാത്രം അവിടെ വെക്കാം. ബാക്കിയെല്ലാം അപ്പുറത്ത് അലമാരി വെക്കാമെന്ന് പറഞ്ഞാൽ അതങ്ങനെ വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം എൻ്റെ ബാഗ് പിന്നെ തേജുവിൻ്റെ ഡയപ്പറിൻ്റെ പാക്കറ്റ് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം അപ്പുറത്താക്കി. പിന്നെ അടുത്ത എൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് എന്നും ഓരോ ടോപ്പ് ഇട്ടിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ തന്നെ ഇട്ടേക്കും. മടക്കി ഒന്നും വെച്ചില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് കുറേ ഉണ്ടായിരുന്നു മടക്കി വെക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പ്രതീക്ഷിക്കാതെ 2 പേര് വീട്ടിലോട്ട് വന്നത്. വേറെ ആരുമല്ല, എൻ്റെ അപ്പയും പൈങ്കിളിയും. അങ്ങനെ അവർ വന്ന് കുറേ നേരം അങ്ങനെ നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി സ്റ്റക്കായി പോയി കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന്. പിന്നെ അവരങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ പിന്നെ ബാക്കി അവിടെ ബെഡ്ഷീറ്റ് എല്ലാം അവിടെ തട്ടിക്കുടഞ്ഞിട്ട്. ബെഡ്ഷീറ്റ് നമ്മൾ എന്നും അങ്ങനെ മാറത്തില്ല, 2-3 ദിവസം കൂടുമ്പോൾ മാറും. മഴയും കൂടെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ തുണി ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ പിന്നെ നേരെ അതൊക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചിട്ടു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റൂം ഒന്ന് ആക്കിയെടുത്തു. ബാക്കി ഞാൻ അമ്മ അങ്ങ് ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് പുറത്തു കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാൻ നിന്ന വേഷത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത് വരെ പോയാൽ മതി. അപ്പോൾ പൈങ്കിളിയും കയറിയിട്ടുണ്ട്, അച്ചുവാണ് കൊണ്ടുപോകുന്നത്, തേജുട്ടനും ഉണ്ട്. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ബാക്കി കിടന്ന് ഹോൺ അടിച്ചുകൊണ്ട് അച്ഛൻ ഓവർടേക്ക് ചെയ്ത് കയറി പോവാണ്. അങ്ങനെ പോയിട്ടൊക്കെ വന്നതിന് ക്ഷീണം മറ്റും കുറേ നേരം അവിടെ കിടന്നു. അപ്പോൾ പൈങ്കിളി ഇവിടെ തേജുട്ടിനെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയാണ്. അപ്പോഴത്തേക്കിന് അനുചേട്ടൻ എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേൽക്കുമ്പോഴേ തേജുവിനെ കാണാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ ചേട്ടനും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അങ്ങനെ തേജുട്ടിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ട് അങ്ങനെ അച്ഛനും മോനും കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു.